ടോക്കിയോ ഗോൾ എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ 4ാമത്തെ എപ്പിസോഡിലാണ്. ഇതുവരെയുള്ള 3 എപ്പിസോഡ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. ഡെയിലി 2 എപ്പിസോഡ്സ് വെച്ചിട്ട് ഇടുമെന്ന് ഞാൻ കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഇടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കോളേജിൽ പോയി വന്നിട്ട് വേണം ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കും ആഗ്രഹമുണ്ട് 2 എപ്പിസോഡ്സ് ഒക്കെ വെച്ചിടണമെന്ന്, പക്ഷേ എൻ്റെ സാഹചര്യം അനുവദിക്കുന്നില്ല. പക്ഷേ ലീവുള്ള ദിവസങ്ങളിൽ ഞാൻ 2 എപ്പിസോഡ്സ് ഇടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടാവും. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരിക. നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമന്റും ചെയ്തേക്കുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആ കോഫി ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മനുഷ്യനാണ് കാണിക്കുന്നത്. പുള്ളി ശരിക്കും ഒരു മനുഷ്യനല്ല, ഒരു ഗോളാണ്. പുള്ളിന്റെ പേര് ചുക്കിയാമ എന്നാണ്. പുള്ളിന്റെ പേര് പ്രൊനൗൺസ് ചെയ്യാൻ നല്ല പാടായതുകൊണ്ട് നമുക്ക് പേർപ്പിൾ തലമുടി എന്ന് വിളിക്കാം. ഹേയ് ടോക്ക, കുറെ നാളായല്ലോ കണ്ടിട്ട്. അപ്പൊ നമ്മുടെ ടോക്കയാണെങ്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾക്ക് എന്താ വേണ്ടേ? പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും നീ ഭയങ്കര ഫ്രണ്ട്ലി ആണല്ലോ. ചിലപ്പോ ഈ ഒരു സ്വഭാവമായിരിക്കും നിന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കുന്നത്. ഏതാ ഈ ചെറുക്കൻ? ഇവൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് നമ്മുടെ പേർപ്പിൾ തലമുറയാണെങ്കിൽ ഓന്റെ അടുത്തേക്ക് പോയിട്ട് ഓനെ മണത്തൊക്കെ നോക്കുന്നുണ്ട്. ഏയ് ആ ചക്കനെ വെറുതെ വിടറാ. അങ്ങനെ നമ്മുടെ കാനകിന്റെ അടുത്ത് പേരൊക്കെ ചോദിച്ചിട്ട് അവസാനം അവൻ കേറി പോവാ. നമുക്ക് ഇനിയും കാണാൻ കാനകി. ഈ ടോക്ക ആ വന്നു പോയ ആളാരാ? അതെ കാനകി, നീ അവനെ ശ്രദ്ധിക്കുന്നത് നല്ലതാ. അവൻ ഈ 20th വാർഡിലെ ഒരു പാരസൈറ്റാ. പിന്നെ കാണിക്കുന്നത് അവനെയാണ്. അവനെന്തോ ഹ്യൂമൻ ഫ്ലഷ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മണം അത് വളരെ ടേസ്റ്റ് ഉള്ളതായിരുന്നു. പിന്നെ കാണിക്കുന്നത് ടോക്കേനെയാണ്. ഈ ടോക്ക ബേസിക്കലി ഒരു സ്കൂളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ടോക്കയും ടോക്കേന്റെ ഒരു ഫ്രണ്ടും കൂടെ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഈ ടോക്ക കഴിക്കുന്നത് ഒരു ബണ്ണായിരിക്കും. ബേസിക്കലി ഹ്യൂമൻ ഫ്ലഷ് അല്ലാതെ എന്ത് കഴിച്ചാലും അവൾക്ക് അതൊരു ടേസ്റ്റും കിട്ടില്ല, അല്ലെങ്കിൽ അത് അവളെ ഡാമേജ് ചെയ്യും. എന്നാൽ പോലും അവൾക്ക് ഈ ഒരു കൂട്ടത്തിലിരുന്ന് കഴിക്കുന്ന സമയത്ത് ഇത് കഴിക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ ബണ്ണെങ്കിലും കഴിക്കുന്നത്. ഇതേ സമയത്ത് അവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അവള് കൊണ്ടുവന്നിരിക്കുന്ന ടിഫിനിൽ നിന്നിട്ട് വേറൊരു ഭക്ഷണം എടുത്തിട്ട് അവളുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈവൻ ദോ ആദ്യം ടോക്ക റെഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ അത് കഴിക്കാതിരിക്കാൻ പറ്റുന്ന അത്രയ്ക്കും റെഫ്യൂസ് ചെയ്യാൻ അവൾ കൂട്ടാക്കുന്നില്ല. അതിനുശേഷം അവൾ കഴിക്കുകയാണ്. ഇത് കഴിച്ചതിന് ശേഷം നോർമലായിട്ട് അവളുടെ അടുത്ത് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ ഇവളെ കൊണ്ട് ഒട്ടും താങ്ങുന്നുണ്ടാവില്ല. അതിനുശേഷം ഇവള് വാഷ്റൂമിലേക്ക് പോയിട്ട് അത് ഭയങ്കരമായിട്ട് ഒമിറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം കുടിക്കുകയും ഇവളെ കൊണ്ട് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ ഒരു ചെറിയ കഷ്ണം ഫുഡ് ഇവളെ കൊണ്ട് എത്തിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോൾസ് ഹ്യൂമൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം കഷ്ടപ്പെടുന്നുണ്ട്. അവരെ കൊണ്ട് ഒട്ടും പറ്റില്ല എന്നുള്ള കാര്യം വരെ ഹ്യൂമൻസുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കാൻകിനെയാണ് കാണിക്കുന്നത്. കാൻകി ഇപ്പോൾ കോളേജിൽ അല്ലെങ്കിൽ അവന്റെ സ്കൂളിലിരിക്കുന്ന സമയത്തേക്ക് മറ്റവൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നമ്മുടെ പേർപ്പിൾ തലമുടിയൻ. ഈ പേർപ്പിൾ തലമുടിയന്റെ കാര്യം പറയുകയാണെങ്കിൽ പുള്ളിയും അത്യാവശ്യം ബുക്ക് വായിക്കുന്ന ഒരാളാണ്. സോ ഇവർ ബുക്സിനെ പറ്റിയിട്ട് ആദ്യം ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ബുക്സിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവൻ നമ്മുടെ കാൻകിന്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാവും. സോ അവിടെ നിന്നാണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബുക്കിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ ബുക്കിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അവസാനം മറ്റേ കാൻകിയിലേക്ക് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവനും ഞാനും ഏകദേശം ഒരുപോലെയാണല്ലോ, ഇവൻ അത്ര ബാഡ് പേഴ്സൺ ഒന്നും അല്ല. ആ രീതിക്ക് കാൻകി ചിന്തിക്കുന്നവരെ ഇവർ സംസാരിക്കുന്നുണ്ട് നല്ല മര്യാദയ്ക്ക്. എന്നിട്ട് ഇവർ ഒരു റൈറ്ററിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ ഒരു റൈറ്റർ നമ്മുടെ ഈ പേർപ്പിൾ തലമുടിയൻ അറിയുന്ന ഒരു കോഫി ഷോപ്പിൽ ഇടയ്ക്ക് വരലുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? ആ രീതിക്കൊക്കെ നമ്മുടെ ഇവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കാൻകി ആണെങ്കിൽ ചെറുതായിട്ട് ഇത് റെഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പേർപ്പിൾ തലമുടിയനാണെങ്കിൽ ചെറുതായിട്ട് ഒഫൻഡഡ് ആയിട്ട് ഒരുമാതിരി ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പോലത്തെ കുറച്ച് ഡയലോഗ് പറയുന്നുണ്ട്. അതെ, റീസൺ മരിച്ച പിന്നെ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ്. അങ്ങനെ പറഞ്ഞ് ഇവൻ പോവാൻ നിൽക്കുന്ന സമയത്തേക്ക് നമ്മുടെ കാൻകി ആണെങ്കിൽ ഞാനും നിന്നെ കമ്പനി ചെയ്യാൻ താല്പര്യമുണ്ട് ആ രീതിക്ക് പറയുന്നുണ്ട്. ബേസിക്കലി ആ ഒരു സമയത്ത് ഒരു ഈവിൾ ചിരി അവന്റെ മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് കാണാന്ന് പറഞ്ഞിട്ട് അവനൊരു കാർഡൊക്കെ കൊടുത്തിട്ടാണ് ഇവൻ തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ കാൻകിനെയാണ്. കാൻകി ഇപ്പൊ ബേസിക്കലി ആ ഒരു കോഫി ഷോപ്പിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ കാൻകി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അതേ കാൻകി നിന്നെ ഡൗൺ സ്റ്റേഴ്സിൽ യോമോ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് പോയി മീറ്റ് ചെയ്തിട്ട് വരുമോ? അങ്ങനെ നമ്മുടെ കാൻകി ആണെങ്കിൽ യോമോനെ കാണാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഈ യോമോ ഇവനെ ശരിക്കും വിളിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊരു ഗോൾ ആകുമ്പോൾ തന്നെ ഇവന് ഒരുപാട് ഡേഞ്ചേഴ്സ് ഇനിയും ഇവന്റെ നേരെ വരാനുണ്ട്. സോ അതൊക്കെ ഇവന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവന് സ്ട്രെങ്ത് ആവശ്യമുണ്ട്. ബേസിക്കലി ഇവനെ ടെസ്റ്റ് ചെയ്യാനും ഇവന് എന്തൊക്കെ ഫിസിക്കൽ എബിലിറ്റീസ് ഉണ്ട്, ഇല്ലെങ്കിൽ ഇപ്പൊ അവനെ ട്രെയിൻ ചെയ്യാനും അവൻ എത്രമാത്രം ട്രെയിനിങ്ങിലൂടെ കിടന്നു പോകണം എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇവനിപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഇങ്ങനെ അവനോട് പറഞ്ഞതിന് ശേഷം നേരെ അവനിട്ട് പഞ്ച് ചെയ്യാനും അവനിട്ട് ഇടിക്കാനൊക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇവൻ അവൻ ആദ്യത്തെ 3-4 ഡോജ് ചെയ്യുന്നുണ്ടെങ്കിലും അവസാനത്തെ കിക്ക് അവനിട്ട് നല്ല വൃത്തിക്ക് കിട്ടുന്നുണ്ട്. അവൻ ഓൾറെഡി നല്ല രീതിക്ക് പേടിച്ചും പോകുന്നുണ്ട്. അതുപോലെ ഒരു കിക്കും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവനവിടെ വീഴാണ്. നിനക്ക് നാച്ചുറലായിട്ട് ചെറുതായിട്ട് ഡോജ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിലും നിനക്ക് സ്ട്രെങ്ത്തും സ്റ്റാമിനയൊക്കെ ഭയങ്കര കുറവാണ്. നീ നിന്റെ ഷിഫ്റ്റ്സ് കഴിഞ്ഞിട്ട് നിന്റെ പണി കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഞാൻ നിന്നെ ട്രെയിൻ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നീ എൻ്റെ കൂടെ വാ. അതിനുശേഷം നമ്മുടെ യോമോ ആണെങ്കിൽ കാനകിനെ കൂട്ടിയിട്ട് ഒരു ബാറിലേക്കാണ് പോകുന്നത്. നീയല്ലേ ഈ ഫേമസ് ആയിട്ടുള്ള കാനകി? നിന്നെ പറ്റി ഊട്ടൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ഈ ബാറിന്റെ ഓണർ. നിന്നെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
അതിനുശേഷം ഇവർ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ചെറുതായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നതിൽ നല്ലത് അവൾ ഈ ചെക്കനെ നല്ലോണം വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവരിപ്പോൾ ആ ബാറിൽ ടോട്ടൽ 4 പേരാണുള്ളത്. നമ്മൾ ഇവനെ ട്രെയിൻ ചെയ്താൽ വന്നിട്ടുണ്ടായിരുന്ന യോമോയും, അതുപോലെ തന്നെ അവനെ ആ ഒരു മാസ്ക് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്ന യൂട്ടയും, അതുപോലെ തന്നെ ആ ബാറിന്റെ ഓണറും കാനകിയും. അതിനുശേഷം നമ്മുടെ ബാറിന്റെ ഓണർ പോയിട്ട് ഒരു ഗ്ലാസ് വൈൻ എടുത്തിട്ട് നമ്മുടെ കാനകിന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട്. അത് ഒഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അവന്റെ അയിലിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പാച്ചും കൂടെ പറിച്ചെടുക്കുന്നുണ്ട്. ഹായ്, ഞാൻ ഇതൊരു ഒരു കണ്ണ് മാത്രം ചേഞ്ച് ആയിട്ടുള്ള ഒരു ഗോളിനൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല. മറ്റേ ആ ഒരു കണ്ണ് മാത്രമുള്ള, അല്ലെങ്കിൽ ഒരു കണ്ണ് മാത്രം ചേഞ്ച് ആയിട്ടുള്ള ഗോളും ഇവനെ മാതിരി ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ആർക്കറിയാം, എനിക്കറിയില്ല. അപ്പൊ എന്നെ പോലെ ഒരു കണ്ണ് മാത്രം ഡീമൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കണ്ണ് മാത്രം ഗോളായിട്ടുള്ള വേറെ ക്രീച്ചേഴ്സ് ഈ ലോകത്തുണ്ടാ? കാൻഗി, ഒരു ഗോളും ഒരു ഹ്യൂമനും കൂടെ പ്രേമത്തിലായി അവർ തമ്മിലുള്ള കുൽസിത പ്രവർത്തികളൊക്കെ കഴിഞ്ഞാൽ എന്തുണ്ടാവുന്ന നീ വിചാരിക്കുന്നത്? ഒരു ഗോളിന്റെയും ഹ്യൂമന്റെയും ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു കുട്ടി ജനിക്കുമായിരിക്കും അല്ലേ? അല്ല, നിനക്കൊരു ശവത്തിനെ ആയിരിക്കും കിട്ടുക. ഒരു ഗോളും ഹ്യൂമനും തമ്മിൽ പ്രേമിക്കുകയാണെങ്കിൽ അവർ പ്രഗ്നന്റ് ആവാൻ തന്നെ ചാൻസ് വളരെയധികം കുറവാണ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ ആ ഒരു കുട്ടിക്ക് ഈ ഭൂമിയിൽ സർവൈവ് ചെയ്യാൻ വേണ്ട ആരോഗ്യം ഉണ്ടാവില്ല. ഇനി അതും വെട്ടിച്ച് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടി ഈ ലോകത്ത് സർവൈവ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ഹാഫ് ഹ്യൂമനും ഹാഫ് ഗോളും ആയിരിക്കും. അങ്ങനെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവന്റെ എബിലിറ്റി എന്ന് പറയുന്നത് ഫാർ സുപ്പീരിയർ ആയിരിക്കും ഒരു എക്സാക്ട് ഒരു ഗോളിന്റെ കാട്ടിലും. അങ്ങനെ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടീന്റെയും ഒരു കണ്ണ് മാത്രമായിരിക്കും മറ്റേ ഡീമോണിക് ആയിട്ടുണ്ടാവുക. പക്ഷെ ഇതൊക്കെ വെറും മിത്ത് മാത്രമാണ്. അത് ഇറ്റോറി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ ചോദിക്കടാ, നീ എന്തുവേണമെങ്കിലും ചോദിച്ചോ. റീസനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവുന്നേ? ബേസിക്കലി ഈ റീസൺ എന്ന് പറയുന്നത് മറ്റേ ആ ഗോളാണ് ഇവൻ ഇങ്ങനെ ആവാൻ കാരണമായിട്ടുള്ള ആ ഗോള്. അവളെ പറ്റി പറയാനാണെങ്കിൽ അവളൊരു ട്രബിൾ മേക്കർ ആയിരുന്നു. അവളുടെ ഡെത്ത് ഭയങ്കര മിസ്റ്റീരിയസ് ആവുന്നവരെ. അപ്പൊ നമ്മുടെ കാൻകിയാണെങ്കിൽ അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞിട്ട് ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വേറൊരാളെ ആരൊക്കെയോ കണ്ടിട്ടുണ്ട്. റീസനെ ആരോ കൊന്നതോ അങ്ങനെ എന്തോ ആണ്. വിറ്റോറി, മതി, നിർത്ത്. അല്ലല്ലല്ല, ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അത് റൂമർ മാത്രമാണ് കേട്ടോ. ആ ഷോട്ട് അവിടെ നിന്ന് കട്ട് ചെയ്താലും നമ്മുടെ കാനകിനെയാണ് കാണിക്കുന്നത്. കാനകി ഇപ്പം നമ്മുടെ പേർപ്പിൾ തലമുടികന്റെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് അവന്റെ അടുത്തേക്ക് പോയേക്കുവാണ്. ആ സമയത്ത് നമ്മുടെ കാനകി ആണെങ്കിൽ ഇവനോട് റീസനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ഈ പേർപ്പിൾ തലമുടിയൻ ഈ റീസെ അവനെ ഒരു സമയത്ത് ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ആലോചിച്ചിട്ട് സ്വന്തമായിട്ട് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു മഗ് അവൻ ഞെക്കി അങ്ങ് പൊട്ടിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമ്മുടെ കാനകി ആണെങ്കിൽ നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പൊട്ടിയ മഗ്ഗിൽ കയറി പിടിച്ചിട്ട് അവന്റെ കൈ മുറിയാണ്. അങ്ങനെ മുറിഞ്ഞ സമയത്താണെങ്കിൽ നമ്മുടെ പേർപ്പിൾ തലമുടിയൻ വന്നിട്ട് അവന്റെ ആ ഒരു കർച്ചീഫ് ഒക്കെ എടുത്തിട്ട് ഇവന്റെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു മുറിവിലേക്ക്. അതിനുശേഷം നമ്മുടെ കാനകി അവന്റെ കർച്ചീഫ് വൃത്തിയാക്കി തരാം, കഴുകി തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ വേണ്ട, അത് ഞാൻ എന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് അല്ല, ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവന്റെ നിന്ന് മേടിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ ആ കർച്ചീഫും കൊണ്ടിട്ട് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. ബേസിക്കലി വാഷ്റൂമിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ കാനകിന്റെ ബ്ലഡ് ആയിട്ടുള്ള ആ ഒരു കർച്ചീഫ് ഭയങ്കരമായിട്ട് മണത്തിട്ട് എന്തോ കഞ്ചാവ് അടിച്ച ഫീലിൽ നിൽക്കുകയാണ്. അതിനുശേഷം കുളിച്ചുകൊണ്ടിരിക്കുന്ന കാനകിനെയാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവൻ കുളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ പേർപ്പിൾ തലമുടിയൻ ഇവനെ കുളിക്കാൻ വേണ്ടി നിർബന്ധിച്ച് പുതിയൊരു ക്ലോത്ത് ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. ഇവനും കൺഫ്യൂഷനാണ് എന്തുകൊണ്ടാണ് ഇത്രയും വൃത്തിക്ക് ഇവനെ ഒരുക്കുന്നതെന്നൊക്കെ. അതിനുശേഷം ഒരു കോട്ടും സൂട്ടൊക്കെ ആയിരിക്കും, അങ്ങനത്തെ സൂട്ടൊക്കെ ഇട്ടിട്ട് ഒരു സ്ഥലത്ത് ഇവൻ വെയിറ്റ് ചെയ്യുവാണ് നമ്മുടെ പേർപ്പിൾ തലമുടിയനെ. പക്ഷെ അങ്ങോട്ടേക്ക് ഒരു ലേഡി വന്നിട്ട് ഇവനൊരു ചായ കൊടുത്തിട്ട് പോവാണ്. ഇവൻ ആ പുള്ളിക്കാരത്തിനോട് പേർപ്പിൾ തലമുടിയൻ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളൊന്നും മിണ്ടാണ്ട് അതേപോലെ തന്നെ ഇറങ്ങി പോവാണ്. ആ പുള്ളിക്കാരത്തി ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ആ കൊണ്ടുവരുന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ചായ അവൻ കുടിക്കുന്ന രീതിയും കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ ഒരു റൂമിലുണ്ടായിരുന്ന ആ ഒരു ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വെട്ടമെല്ലാം പോവാണ്. എന്നിട്ട് ആ റൂമിന്റെ മേൽഭാഗവും അതുപോലെ തന്നെ അടിഭാഗവും ഇളകിയിട്ട് ഈ അടിഭാഗത്ത് ഇവൻ നിൽക്കുന്ന ആ സ്പേസിൽ നിന്ന് ആ ഒരു നിലം ഭാഗം പൊങ്ങി വന്നിട്ട് ഇവൻ വേറൊരു സ്ഥലത്തേക്ക് എത്തുവാണ്. ആ ഒരു സ്ഥലത്തെത്തി ഇവൻ നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് മാസ്ക് ഇട്ട ഗോൾസ് ഉണ്ടാവും. ഇവരൊക്കെ തന്നെ നമ്മുടെ കാനകിനെ നോക്കി നിൽക്കായിരിക്കും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുന്നു. നമ്മുടെ പ്രധാന വിഭവം എത്തിയിരിക്കുന്നു. ഇന്നത്തെ പ്രധാന വിഭവത്തിന് ഒരു വ്യത്യസ്തതയുണ്ട്. ഇന്നത്തത് ഒരു ഗോളാണ്. അതിനുശേഷം നമ്മുടെ പേർപ്പിൾ തലമുടിയനൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് എനിക്കറിയാം, ഗോൾസിനെ നമ്മൾ കഴിക്കാറില്ല. കാരണം ഗോൾസ് ഒരു കോപ്സിനെ മാതിരിയാണ്, അതിനെ തിന്നാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. പക്ഷെ ഇവൻ വ്യത്യസ്തനാണ്. ഇവൻ ഒരു ഹാഫ് ഹ്യൂമൻ ആണ്. ഇതുവരെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഫറെന്റ് ഫ്ലേവർ ആണ് ഇവനുള്ളത്. ഇതെല്ലാം ഒരു സെറ്റപ്പ് ആയിരുന്നു. എന്നെ ഇങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവൻ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നത്. അതിനുശേഷം ഇവന്റെ ആ ബ്ലഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു കർച്ചീഫ് അവിടേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെയുള്ള ആൾക്കാരിലേക്ക്. അവരെല്ലാവരും കൂടി മണത്തിട്ട് എന്നെ കൊണ്ട് താങ്ങുന്നില്ല, ഇതെന്ത് നല്ല മണമാണ്, എനിക്കിനിപ്പോൾ കഴിക്കണോ, ആ രീതിക്ക് നിൽക്കുമായിരിക്കും. അതിനുശേഷം നമ്മുടെ കാനകിനെ കാണിക്കുന്ന സമയത്ത്
ചുറ്റും ബ്ലഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ കാനകി മാത്രമല്ല ആദ്യമായിട്ട് വന്ന് പെട്ടിരിക്കുന്നത്, അവിടെ ഒരുപാട് പേര് വന്ന് പെട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കാനകിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ക്യാരക്ടറിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത്യാവശ്യം സൈസുള്ള ഒരു ചെങ്ങായി ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് വെപ്പണൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവനെ കാണുമ്പോൾ തന്നെ എപ്പോഴും ഉള്ള പോലെ തന്നെ നമ്മുടെ കാനകി ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. ആ ക്യാരക്ടർ ആണെങ്കിൽ നേരെ വന്നിട്ട് നമ്മുടെ കാനകിനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ കുറച്ച് അറ്റാക്സ് ഒക്കെ നമ്മുടെ കാനകിക്ക് ഡോജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും അവൻ കാനകിനെ പിടിക്കുവാണ്. ബേസിക്കലി കാനകി കൊടുത്തിട്ടുണ്ടാവുന്ന ആ ഒരു ചായയിൽ എന്തോ അവർ കലർത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ കാനകി ഏകദേശം പാരലൈസ്ഡ് ആവുന്നുണ്ട്. കാല് അനക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവനെ പെട്ടെന്ന് പിടിക്കുന്നത്. അതിനുശേഷം ആ ചെങ്ങായി വന്നിട്ട് നമ്മുടെ കാനകിനെ കൊങ്ങയ്ക്ക് കുത്തി പിടിക്കുകയാണ്. അങ്ങനെ കൊങ്ങയ്ക്ക് കുത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കാനകിക്ക് ഒട്ടും ശ്വാസം എടുക്കാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ അവന്റെ ഗോൾ എബിലിറ്റി പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം അവനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കൈയെല്ലാം കൂടെ തട്ടി മാറ്റി അവൻ വന്നിട്ട് നല്ലൊരു പഞ്ച് ഇവനിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു പഞ്ചിൽ അവൻ തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്ന നമ്മുടെ പേർപ്പിൾ തലമുടിയനും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന ജനങ്ങളും എല്ലാം തന്നെ ഭയങ്കരമായിട്ട് റിയാക്ഷൻ ഇടുന്നുണ്ട്. ഒറ്റ കണ്ണുള്ള ഗോള് ഇത്ര റയർ ആയിട്ടുള്ള സാധനം, ആൻ ആബ്സല്യൂട്ട് ലക്ഷറി. ഇതിന് ശേഷവും ആ സൈസുള്ള ചെങ്ങായി എഴുന്നേറ്റിട്ട് നമ്മുടെ കാനകിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുവാണ്. പക്ഷെ അപ്പൊ തന്നെ പെട്ടെന്ന് പേർപ്പിൾ തലമുടിയൻ വന്നിട്ട് അവന്റെ ബാക്കിൽ കൂടെ കുത്തുവാണ്. സോറി ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇവനൊരു വൺ നൈറ്റ് ഗോൾ ആയിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഈ ബാങ്കോട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിർത്തുന്നില്ല, ഈ ഷോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ നിൽക്കുന്ന ആ ഒരു സൈസുള്ള ചെങ്ങായനെ ഇവൻ കുത്തി അങ്ങ് കീറി കളയുവാണ്. അവനെ കുത്തി കീറി ചോര പുഴ തന്നെ ഒഴുക്കുവാണ്. അവൻ പേടിച്ചു പോയോ കാനകി? നമ്മൾ രണ്ടുപേരും കൂടെ വെറുതെ കളിച്ചതല്ലേ ഇത്? എനിക്കറിയാം നിന്നെ ഞാൻ കുറച്ചധികം പേടിപ്പിച്ചു, പക്ഷെ നിനക്കിപ്പോ പോവാ. ഓ എത്ര ഭയങ്കര ട്രഷറാണ് ഇവൻ, ഇനി ഇവൻ എൻ്റെ അല്ലേ. ഇങ്ങനെ അവൻ പറയുന്നതും കേൾപ്പിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസ് ആണ് എൻ്റെ അടുത്തടുത്ത എപ്പിസോഡ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ. സോ നെക്സ്റ്റ് എപ്പിസോഡായി കാണുന്നവരേക്ക് ബൈ ബൈ.